Hey guys, it's me Amrita Yeshus and welcome back to another beautiful episode of my channel. So ഇന്ന് ഞങ്ങളുടെ ചാനലിൽ ഞങ്ങളൊരു Q&A ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനല്ല അനീതി പറഞ്ഞത് പോലെ ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആക്സിഡന്റ് ഒന്നുമല്ല. സെറ്റിങ്ങിന്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ടേബിളിൽ നിന്ന് തട്ടി ഗ്ലാസ് പൊട്ടി ഇവിടെ സ്റ്റിച്ച് ഇട്ടു, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ എവിടെയായിരുന്നു, പക്ഷെ അതിപ്പം കാണാനൊന്നുമില്ല, ഭാഗ്യം കൊണ്ട് അത്ര ഉണ്ടായുള്ളൂ. സോ ഒരുപാട് പേരുടെ കമന്റ്സ് ഞാൻ വായിച്ചായിരുന്നു, സുഖമായോ, എപ്പോഴാണ് അടുത്ത എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചിട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, നിങ്ങൾ അത്രയും എന്നെ അന്വേഷിച്ചല്ലോ, അതിന് ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ജിസ ജോയ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. ആർ യു യൂസിങ് ഫോൺസ് ക്യാമറ ഫോർ ഷൂട്ടിംഗ്? പിന്നെ ചേച്ചി ഓൾവേസ് അപ്ഡേറ്റഡ് ആണല്ലോ, അപ്പോൾ ഡാൻസ് ഒക്കെ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവോ, അതോ ആഫ്റ്റർ ഓരോ ഡാൻസ് ആണോ അടുത്ത വീഡിയോ എന്നിട്ട് ചിന്തിക്കുന്നത്? ഓക്കെ, ഹൂ ഇസ് മൈ ഇൻസ്പിറേഷൻ? അപ്പോൾ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ കാരണം പ്രത്യേകിച്ച് ഇൻസ്പിറേഷൻ ഇല്ല. കാരണം യൂട്യൂബ് ചാനൽ ഞങ്ങൾ യൂട്യൂബ് തുറക്കാൻ എന്ന് പറയുന്നത് മെയിനായിട്ട് വീഡിയോസ്, ഡാൻസ് വീഡിയോസ് കാണാൻ, അല്ലെങ്കിൽ പുതിയ ഇറങ്ങിയ സിനിമകളുടെ പാട്ടുകൾ കാണാൻ, അങ്ങനെയൊക്കെയാണ് അത് ഓപ്പൺ ചെയ്യാറ്. അപ്പം ഇൻസ്പിറേഷൻ എന്ന് പറയാൻ അങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ ബോർഡും ഭയങ്കരമായിട്ട് ബോറടിച്ചിരുന്നുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്തത്. അത് ഇങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും പേര് ഇഷ്ടപ്പെടും എന്നൊന്നും വിചാരിച്ച് ചെയ്തു തുടങ്ങിയതല്ല. ഓക്കെ, അപ്പം ഇൻസ്പിറേഷന്റെ കാര്യം. പിന്നെ ഫോൺ ക്യാമറ ആണ് യൂസ് ചെയ്യുന്നത്. ഫോൺ ക്യാമറ ആദ്യത്തെ 2-3 വീഡിയോസ് ഫോണായിരുന്നു, പിന്നെ ഇപ്പം ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്ഡേറ്റഡ് ആണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ എന്താ പറയാ, ഞങ്ങളിപ്പോ ഒരു ഡാൻസ് കളിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ അതിൽ കുറെ സജഷൻസ് വരും. അപ്പൊ ഞങ്ങള് ഒരു ഡാൻസ് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യും ഇങ്ങനെ. അപ്പൊ ഒരു ഡാൻസ് കഴിയുമ്പോൾ തന്നെയാണ് അടുത്ത ഡാൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോവും. പിന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോറിയോഗ്രാഫി, ഡാൻസർ വേഗം കോറിയോഗ്രാഫി ചെയ്യുകയും ചെയ്യും. പ്ലസ് അത് പഠിക്കാനുള്ളൊരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സജഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ത് പോവാറുണ്ട്. സോ അതുകൊണ്ടായിരിക്കും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്നെങ്കിൽ തോന്നി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നേരം ചെയ്യാൻ വേറെ പണിയൊന്നുമില്ല, പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അങ്ങനെ പൊക്കോളും. ഓക്കെ. അനുശ്രീ എം കെ, ഹായ് ചേച്ചി, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. ചേച്ചിക്ക് ഒരു ഗ്രാൻഡ് ഷോയിൽ പങ്കെടുക്കാനുള്ള ചാൻസ് കിട്ടി. സേ ഇറ്റ് ഈസ് വൺ ഓഫ് യുവർ ഡ്രീം ചാൻസ് ആൻഡ് യു ക്യാൻ ഓപ്റ്റ് എ കോ ഡാൻസർ അമംഗ് യുവർ മോം ആൻഡ് സിസ്. Who would your dance partner? Who would be your dance partner? ഓക്കെ, ഗ്രാൻഡ് ഷോ എന്ന് പറയുമ്പം എൻ്റെ മനസ്സിലൊരു ഗ്രാൻഡ് ഷോ എപ്പോഴും ഏഷ്യൻ ഫിലിം അവാർഡ്സ് ആണ്. കാരണം ചെറുപ്പം തൊട്ടേ ആഗ്രഹിച്ചിട്ടുള്ളതാണ് അതിൽ ഡാൻസ് കളിക്കാനുള്ളത്. അപ്പം അതാണ് എപ്പോഴും മനസ്സിലൊരു സംഭവം. അപ്പം അതിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഇവരിൽ ആരും ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരും എന്നെ ഡാൻസിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ 2 പേരും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എനിക്ക് 2 പേരോട് കംഫർട്ടബിൾ ആണ്. നിരഞ്ജന, ചേച്ചി എന്ത് ചെയ്യുമ്പോഴാണ് യു ഫീൽ ലൈക്ക് യു ആർ വെരി ഹാപ്പി? വാട്ട് മേഡ് യു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ? എന്ത് ചെയ്യുമ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും എന്താ പറയാ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തത് ശരിയാവുമ്പോൾ സക്സസ് വരുമ്പോൾ ഹാപ്പിയാണ്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മെയിനായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ, കാരണം വീട്ടിൽ നിന്ന് സപ്പോർട്ടീവ് ആണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഡാഡ് ഉമ്മ. പക്ഷെ അപ്രിസിയേഷൻ കിട്ടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗുഡ്, ദാറ്റ് മൈ വർക്ക് ഷുഡ് ബി ഗുഡ്. അപ്പൊ അങ്ങനെ അപ്രിസിയേഷൻ കിട്ടുമ്പോൾ ഐ വിൽ ബി വെരി ഹാപ്പി. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാപ്പി ആവാറുണ്ട്. അടുത്ത ചോദ്യം, ഞാൻ പറഞ്ഞു ബോറടിച്ചപ്പോഴാണ് മെയിനായിട്ട് എൻ്റെ ഫ്രണ്ട്സും ഫാമിലി സജസ്റ്റ് ചെയ്തിട്ടാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. Okay, Devrinda S. Chechi, who is your role model both in life and dance? Can you please share an inspirational memory in your life? റോൾ മോഡൽ, എനിക്ക് എൻ്റെ റോൾ മോഡൽ ഇൻ ലൈഫ് വേറെ ഇറ്റ്സ് മൈ ഡാഡ്. കാരണം I've not seen another man like him. Like, you know, he's very positive and he's very strong in his decisions and like I've seen him facing all kinds of situations. അപ്പോൾ ഡാഡാണ് ലൈഫിലെ റോൾ മോഡൽ. ഡാൻസിൽ എനിക്ക് 2 പേരുടെ ഡാൻസ് ഞാൻ ഭയങ്കര ഫാനാണ്. ഒന്ന് മാധുരി ദീക്ഷിത്, 2 ആശ ശരത് മാം. ഇവർ 2 പേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിഗ് ഫാൻ ഓഫ് ദം. So yeah, that's it. Who is handling the camera? He's doing the professional action design.
ഈ ആക്ഷൻ ഓക്കെ ക്യാമറ ഞാൻ എൻ്റെ 1K എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാമറ ചെയ്യുന്നത് പ്രൊഫഷണലി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മെയിനായിട്ട് ഞങ്ങളുടെ നെയ്ബർ നൈഡ ഞങ്ങളുടെ നെയ്ബറാണ്. അപ്പോൾ ആളാണ് ചെയ്യാറ് ക്യാമറ. പിന്നെ മൈ മോം. ഇവർ രണ്ടുപേരാണ് മാറി മാറി ചെയ്യുന്നത്. പിന്നെ ചിലതിൽ ഇപ്പം ഞാൻ കളിക്കുന്നില്ലെങ്കിൽ ഇവർ രണ്ടുപേരാണെങ്കിൽ ഞാൻ എടുക്കും, അല്ലെങ്കിൽ അനിയത്തി എടുക്കും. ഇപ്പം രണ്ടുപേരുണ്ട്, മമ്മി ഉണ്ടെങ്കിൽ നൈലയായിരിക്കും. അങ്ങനെ അപ്പം എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് വസീകരിക്കാൻ തോന്നുന്നു. വസീകര ഷൂട്ട് ചെയ്തത് നൈലയായിരുന്നു. ഓക്കെ. അടുത്തത് മാർഷൽ കവലക്ക. The first time when you visited our shop, Kala Digital Photo World, I had strongly recommended for buying the ring light because I knew you have the stuff. Later, only I came to know you are an artist and your family also. So keep താങ്ക് യു സോ മച്ച് മാർഷൽ ഫോർ ദാറ്റ്. കാരണം ശരിയാണ് കേട്ടോ, മാർഷൽ ഞങ്ങൾ അന്ന് കല ഡിജിറ്റൽ സ്റ്റുഡിയോയില് ലൈറ്റ് മേടിക്കാനാണ് പോയത്. എന്ത് ലൈറ്റ് മേടിക്കാൻ എങ്ങനെ മേടിക്കണം എന്ന് അറിയുന്നില്ല. അപ്പം മാർഷലാണ്, ഹീസ് ആക്ച്വലി ദി ഓണർ ഓഫ് ദ ഷോപ്പ്. അപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതും ഇത് മേടിച്ചു തന്നായിരിക്കും. കുറച്ച് ബഡ്ജറ്റ് കുറച്ച് നമുക്ക് നമ്മുടെ റേഞ്ചിലല്ല, കുറച്ച് കൂടുതലാണെങ്കിലും ആ ഒരു ബഡ്ജറ്റിന്റെ അത്ര വിഷമങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാരണം നല്ല യൂസ് ഉള്ളൊരു സംഭവമാണ്. നമുക്ക് എന്താ പറയാ, നല്ല ഉപയോഗമുള്ളൊരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് പൈസ നമ്മൾ ഇത്ര കൊടുത്തു എന്നുള്ളൊരു വിഷമവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇറ്റ് ഈസ് റിയലി യൂസ്ഫുൾ ഫോർ us. സോ താങ്ക് യു സോ മച്ച് മാർഷൽ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ what do you say, beautiful light which you gave us. So yeah, that's it. Okay, Debbie Polyamatha ചേച്ചി, ഞാൻ ഡെബിയ അറ്റ് സെന്റ് തോമസ് പ്രോഡക്റ്റ്. നാക് പരിപാടിക്ക് മാർഗംകളി കളിച്ച് ഓർക്കുന്നുണ്ടോ? എനിവേസ് കീപ് ഗോയിങ്, യു ആർ റിയലി ഡൂയിങ് വെൽ. എന്റെ കമന്റ് വായിക്കാൻ മറക്കല്ല. ഇല്ല ഡെബി, വി ഹാവ് റെഡ് ഇറ്റ് സക്സസ്ഫുള്ളി, വി ഹാവ് റെഡ് ഇറ്റ്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡെബി എനിക്ക് ഓർമ്മയുണ്ട്, ഡെബിനെ ഓർമ്മയുണ്ട്. മാർഗംകളി നാക്ക് പരിപാടി ഞങ്ങളുടെ സെന്റ് തോമസ് കോളേജിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഷോ പോലെയായിരുന്നു. ഭയങ്കര ഹിറ്റ് പ്രോഗ്രാം എന്നൊക്കെ പറയാം, അതുപോലെയായിരുന്നു. അപ്പം അതിൽ മാർഗംകളിയായിരുന്നു ഞങ്ങളുടെ ഐറ്റം. മാർഗംകളിയാണ് ഞാൻ അവിടെ കോളേജിൽ ഞാൻ അതായത് കളിച്ചത്. സോ സോ ഐ ഡു റിമെമ്പർ ദാറ്റ്. സോ താങ്ക് യു ഫോർ കമൻറ്റിങ്. JK സൂര്യ ചേച്ചി, എങ്ങനെയാ നിങ്ങളുടെ ഡാൻസ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്? പൂക്കൾ പൂക്കും ഡാൻസ് എങ്ങനെയാ ചെയ്ത് ആ പാട്ടിന്റെ ഇടയിൽ സ്ലോ മോഷൻ കൊടുക്കുന്നത്? ഞങ്ങൾ ഡാൻസ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ആസ് എ ബിഗിനർ. ഐ ഡോണ്ട് നോ മച്ച് വീഡിയോസ് ആപ്സ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഡാൻസ് വീഡിയോസ് എഡിറ്റിംഗ് ചെയ്ത് ഫിലിമോറയുടെ വണ്ടർ ഷെയറിലാണ് ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ സ്ലോ മോഷൻ നമുക്ക് അതിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ആസ് എ ബിഗിനർ അത് മനസ്സിലാകാൻ കുറച്ച് എളുപ്പമാണ്. ഓക്കെ, സോ അതിലാണ് ചെയ്യുക. Gunjan Borkar, hi Amrita. I usually love watching your TikTok videos. I was so obsessed with your smile and eyes, your expression and acting too. When TikTok was banned, I searched on YouTube for any of your page to subscribe and still enjoy your videos. Keep the good work. My question to you is, it seems your mother is a Bharatanatyam dancer. Did she taught you dancing or you went to any Kalasavan? So thank you so much, Gunjan, for this beautiful comment you gave me. It's actually such an inspiring one and a supporting one. So thank you so much. And yeah, my mother was a Bharatanatyam teacher, dance teacher, and she actually taught us the basic dance steps and all when we were small. And then later I have gone to this dance school to study. Dance school actually, dance teachers to study. It was not a school actually. We were in Bahrain. We studied dance in Bahrain. So yeah. So thank you so much. Steffi Maria, wall painting കണ്ടു, ഫുട്ബോൾ ഫാൻ ആണോ? ഫേവറേറ്റ് പ്ലെയർ എന്ത്? വാൾ പെയിന്റിങ്. വാൾ പെയിന്റിങ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുട്ബോൾ ഫാൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡിക്റ്റഡ് അല്ല, ഭയങ്കര അഡിക്ഷൻ ഇല്ല. പക്ഷെ ഫുട്ബോൾ കമ്പാരിറ്റീവ്ലി ഫുട്ബോളാണ് ഇഷ്ടം. പിന്നെ ഫേവറേറ്റ് ഞങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ മെസ്സി. മെസ്സിയാണ്. അത് ഞങ്ങളുടെ വാൾ പെയിന്റിങ്ങിൽ മെസ്സി തന്നെയായിരുന്നു. മെസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ടീം ഓൾവേസ് അർജന്റീനയാണ് ടീം. പിന്നെ നമ്മുടെ ഇതിൽ വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ബാഴ്സലോണ. സോന റോസ് CJ, ഇപ്പോൾ CMA ഫൈനൽ ആണോ? ട്രെയിനിങ് കഴിഞ്ഞു ആണെന്ന് പറയാൻ നല്ല ആഗ്രഹം ഉണ്ട്. കുറെ ട്രൈ ചെയ്തു, പക്ഷേ ഇപ്പോഴും ഞാൻ ഇന്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ററിന്റെ എക്സാംസ് ഇപ്പം കോവിഡിന്റെ ഒരു ഇഷ്യൂ കാരണം മാറ്റി വെച്ചേക്കാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഫൈനലി ഹോപ്പ്ഫുള്ളി ഐ വിൽ ഡു ദാറ്റ്. മേഘാശ്രീ, ചേച്ചിയുടെ ബാഗിൽ 3 പേര് കൊണ്ടു നടക്കാൻ പറ്റിയ ആരൊക്കെ കൊണ്ടു നടക്കും? തീരെ ഉപദ്രവമില്ലാത്തവരെ നമ്മൾ കൂടെ കൊണ്ട് നടക്കാം. അപ്പോൾ മമ്മീൻ്റെ പപ്പനെ ഷുവറായിട്ട് വെക്കും. പിന്നെ അനിയത്തിനെ വെക്കും. ഓക്കെ, അടുത്തത് മായദേവി ശശി, വേർ ആർ യു ഫ്രം? ഇറിറ്റേറ്റിംഗ് ഹാബിറ്റ് ഓഫ് യുവർ സിസ്റ്റർ? Actually, there are lots of things. I'm actually from Thrissur, Kerala, Thrissur. Irritating habit of my sister is that അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ കേൾക്കാത്ത പോലെ ഇരിക്കും. അതൊരു ഇറിറ്റേറ്റിംഗ് ആണ്. എനിക്ക് ഭയങ്കര ദേഷ്യമാണ് സംഭവം.
അപ്പം അതാണ് ഇറിറ്റേറ്റിംഗ് ആയത്. ഐ ഡോണ്ട് കെയർ വാട്ട് എവർ ഷീസ് ഡൂയിങ്. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ വിളിച്ചാൽ പോലും ഞങ്ങൾക്ക് തിരിയില്ല, മനസ്സിലാവില്ല. ഇപ്പോൾ അതൊക്കെ ദേഷ്യം വരും. പിന്നെ മൈ ഏജ് ഇസ് കറന്റ്ലി 23 years old. ഒക്ടോബർ അല്ലെങ്കിൽ 24. ഓക്കെ. ഡ്രീം ക്യാച്ചർ. നിങ്ങൾ രണ്ടുപേരും ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? യെസ്. എത്ര ഇയേഴ്സായി പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാനൊരു 5 years, അനിയത്തി ഒരു 3 years പഠിച്ചിട്ടുണ്ട്. നിർത്തി. GT1999 ഒരു ഹോം ടൂർ പ്രതീക്ഷിക്കാമോ? ഹോം ടൂർ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ ഹോം ടൂർസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ എനിക്കറിയില്ല, ഞാൻ ഇന്നേ വരെ പ്ലാൻ ചെയ്തിട്ടാണ് ഒരു സംഭവം. അപ്പോൾ ഫ്യൂച്ചറിൽ അങ്ങനെ തോന്നുവാണെങ്കിൽ ഐ മേ ഡു, അറിയില്ല. റിൻഷിത. ചേച്ചിയും അനിയത്തിയും നല്ല ക്യൂട്ടാണ് കേട്ടോ. എനിക്ക് ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞതാണ്. നിങ്ങളുടെ സോങ്സ് സെലക്ട് ചെയ്യാറുള്ളത് ആരാണ്? ഹോപ്പ്ഫുള്ളി എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല. ഐ എം സ്റ്റിൽ എൻജോയിങ് മൈ ഫ്രീഡം. അപ്പോൾ അത് പിന്നെ സോങ് സെലക്ഷൻ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണ് എൻ്റെ സോങ്സ് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരു സോങ് സെലക്ട് ചെയ്തിട്ട് ഡാൻസ് ചെയ്യും. സോ അങ്ങനെ ഇന്നൊരാൾ പെർട്ടിക്കുലർലി ചെയ്യാറില്ല, എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചിട്ടില്ല. അശ്വതി ആർ നായർ. Can you please share everything about your career and education? എഡ്യൂക്കേഷൻ ഐ എം പേഴ്സണലി ഞാൻ BCom ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞ് CMA ഇന്റർ ചെയ്യുന്നു. അതാണ് എഡ്യൂക്കേഷൻ സൈഡ്. ആൻഡ് എൻ്റെ പ്രൊഫഷൻ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് പ്രൊഫഷനായിട്ട് ഐ എം ആൻ ആങ്കർ. ഞാനിവിടെ നാട്ടിൽ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഞാൻ കൈരളി ഏഷ്യൻ പ്ലസ് വനിതാ ലോകം ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്പെക്റ്റീവ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ TC നമ്മുടെ തൃശ്ശൂർ പേസ് ചാനലിൽ ലവേഴ്സ് കോർണറിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് മൈ പ്രൊഫഷൻ സൈഡ്. ഐ എം ബേസിക്കലി ആൻ ആങ്കർ. പിന്നെ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. അത് മലയാളത്തിലാണ്. പ്രശ്നപരിഹാരശാല എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ചെയ്തിട്ടുണ്ട്. അത് ഷബീർ റിയാന സർ ഡയറക്ട് ചെയ്തിട്ടുള്ള മൂവിയായിരുന്നു. ബിക്കോസ് ഇറ്റ് ഡിഡ്ന്റ് ഗെറ്റ് മച്ച് പ്രൊമോഷൻ ആൻഡ് എന്താ പറയുക, ഭയങ്കര പബ്ലിസിറ്റി കിട്ടാത്തതുകൊണ്ടും ഇറ്റ് ഈസ് ലൈക്ക് ജസ്റ്റ് വെരി ലോ. അപ്പം that was my first ever movie. ആൻഡ് ഇത് കേട്ട വശം പോയി തപ്പരുത്, കാരണം അതിൽ എൻ്റെ ഭാഗങ്ങൾക്ക് എൻ്റെതായ പോരായ്മകൾ ഇഷ്ടംപോലെ ഉണ്ട്. ബിക്കോസ് ആക്ച്വലി ഇറ്റ് വാസ് മൈ ഫസ്റ്റ് മൂവി. സോ that's it. So that's about my career. Okay. Triangle Media. Which type of dances you would like to perform? സോ ഹായ് ട്രയാങ്കിൾ മീഡിയ എൻ്റെ വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ചാനലാണ്. കാരണം അവരെ ഭയങ്കര സപ്പോർട്ടീവാണ്. ശ്രീലേഷ് ചേട്ടനും ചേച്ചി വൈഫാണ് അതിൽ. അവരുടെയാണ് ചാനൽ മെയിനായിട്ട്. അപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിം അവരുടെ ചാനലാണ്. ദ ക്വാറന്റൈൻഡ് ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാനൽ, ഒരു ഷോർട്ട് ഫിലിമാണ് ചെയ്തത്. സോ താങ്ക് യു ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഇതിൽ കമൻറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഡാൻസസ് എനിക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഡാൻസും ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എനിക്ക് എല്ലാ ടൈപ്പ് ഓഫ് മ്യൂസിക് ഇഷ്ടമാണ്. അപ്പം നമുക്ക് എന്തും ട്രൈ ചെയ്യാനുള്ള ആ ഒരു താല്പര്യം ഇസ് ദെയർ. സോ ഇന്ന ഒരു ഡാൻസ് ഫോം ഇല്ല. Niji Hubert, as a person, who are you? Sorry, who you are? അതൊരു ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ആൻസർ. അത് കുറച്ചുകൂടിയും എനിക്ക് തോന്നുന്നു വന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ കുറച്ചുകൂടിയും ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത്. ആസ് എ പേഴ്സൺ ഐ എം സ്റ്റിൽ ഇൻ സെർച്ച് ഫോർ ഹൂ ഐ ആം. സോ ഇഫ് യു ഹാവ് ആസ്ക്ഡ് മീ അബൌട്ട് മൈ ക്യാരക്ടർ, ഐ എം എ നോർമൽ പേഴ്സൺ, എ നോർമൽ ഗേൾ ഹു ഈസ് ബിറ്റ് ഷോർട്ട് ടെമ്പേർഡ്, ഹു ഈസ് what do you say, ഫുഡി ടൈപ്പ് അല്ലെങ്കിൽ ഡാൻസ് ലവർ, അങ്ങനെയൊക്കെ ഒരു നോർമൽ ടൈപ്പാണ്. പക്ഷേ ഇഫ് യു ഹാവ് ആസ്ക്ഡ് മീ സംതിങ് മോർ അബൌട്ട് ഹൂ ഐ ആം ഓർ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഐ എം സ്റ്റിൽ ഇൻ സെർച്ച് ഓഫ് ദാറ്റ്. ആൻഡ് വലിയ വലിയ ആൾക്കാരോടാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. അവരും ഇന്നേ വരെ അതിനൊരു ഉത്തരം നന്നായിട്ട് ഞാൻ കേട്ടിട്ടില്ല. സോ അതുകൊണ്ട് ഈവൻ ഐ ടു ഡോണ്ട് നോ വാട്ട് ഐ ആം ആക്ച്വലി ആസ് എ പേഴ്സൺ. അപ്പോൾ കിട്ടുവാണെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് ഐ പോസ്റ്റ് ഇൻ മൈ ചാനൽ. Sachitra Vimal, who is your favorite YouTuber? Why? എനിക്കങ്ങനെ ഒരു ഫേവറേറ്റ് യൂട്യൂബർ ഇല്ല. ഞാനങ്ങനെ എന്താ പറയുക, എല്ലാവരുടെ യൂട്യൂബ് വീഡിയോസ് എനിക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ യൂട്യൂബ്സ് എൻ്റർടൈൻ, അപ്പം അതിഷ്ടമാണ്. ഫേവറേറ്റ് യൂട്യൂബർ എന്ന് ചോദിച്ചാൽ അങ്ങനെ സ്പെസിഫിക്കലി എല്ലാം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ചില വീഡിയോസ് എനിക്ക് ഞാൻ പിന്നെയും കാണാറുള്ളത് ഒന്ന് M4Tech ഉണ്ട്, നമ്മുടെ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്. പിന്നെ ടീം നാച്ച്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഡാൻസ് ആണ് അതിൽ കൂടുതൽ, അതാണ് കാണാറ്. സൂര്യ തോമസ്, സ്നേഹിക്ക് ഫിലിമിൽ അഭിനയിക്കാൻ ചാൻസ് ഇല്ല, അഭിനയിക്കുമോ? അഭിനയിക്കും, പക്ഷെ അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അതെ, അവർ ഉദ്ദേശിച്ച പോലെ ആവുന്നു അറിയില്ല, പക്ഷെ അഭിനയിക്കാൻ ഇഷ്ടമാണ്. മേഘന ഷാജി,
Which course are you studying right now and are you a working woman? What is your ambition? Yes, I've answered with that. I'm not studying right now. Studying on a I'm preparing for my exams. Kind of study. Nachu. ചേച്ചി എത്ര വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ട്? പ്ലീസ് ഇൻക്ലൂഡ് മൈ ക്വസ്റ്റ്യൻ ഓൾസോ. Sure, Nachu, I've been studying from my 5th standard till my 9th standard. That's why now self choreography. Next question, Harshant Baiju. Harivan. Friend okay. Hello Amuchichi, I have a question. According to you, what is the favorite quality of your sister more than singing and dancing? Singing and dancing alladu vera quality nu parnaya she is enikku enne sambandhiche sambhavam ഞങ്ങളുടെ വീട്ടിൽ ഞാൻ മൂത്തതും ഇവിടെ രണ്ടാമത്തതും ആണെങ്കിലും she is the one who guides me through a lot of things. അപ്പം അതിപ്പോ പറയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയാനേ പാടില്ല, but it's okay. And that's yeah. Jaymon Johnson, what's your good and bad habits? അത് വീണ്ടും എനിക്കിട്ട് പാരയാണ്. ഓക്കെ, ഗുഡ് ഹാബിറ്റ്സ് നീ പറ. എന്റെ ഗുഡ് ഹാബിറ്റ്സ് ബാഡ് ഹാബിറ്റ്സ് കുറെ ഗുഡ് ഹാബിറ്റ്സ് ഉണ്ട്. സോ ബാഡ് ഏതെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഇതൊരു ഹാബിറ്റായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. മടിച്ചാണ് പണിയെടുക്കണ കാര്യം, പക്ഷെ ചെയ്യും വല്ലപ്പോഴും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡാൻസ് ലവർ, ഹു ഈസ് ഇൻസ്പിറേഷൻ ഓഫ് YouTube channel, expectation of life partner? How? Oh my god, inspiration of YouTube channel അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഇല്ല. ഇറ്റ്സ് ഔട്ട് ഓഫ് ബോർഡം. ദെൻ ലൈഫ് പാർട്ണർ എക്സ്പെക്ടേഷൻ. അത് ഞാൻ എൻ്റെ ലൈഫിൽ പൊതുവെ ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത ആളാണ്. കാരണം എക്സ്പെക്ട് ചെയ്തത് എനിക്ക് എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളൊന്നും അതേപോലെ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഹാപ്പിയാണ്, എന്നാലും എക്സ്പെക്ട് ചെയ്ത അതേപോലെ എനിക്ക് കിട്ടിയിട്ടില്ല. സോ ലൈഫ് പാർട്ണറെ ഞാൻ കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്താണ് വരണേ എന്നുള്ളത് സർപ്രൈസ് ആയിട്ട് നോക്കിയേക്കാം, അത്രേ ഉള്ളൂ. Okay, so that was a very tricky question. Akila Ani, are you working with Malayalam industry? Because I saw a video when you got 1K subscribers. Actor, congratulate me. Yeah, ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു മൂവി ചെയ്തു, പ്രശ്നപരിഹാരശാല എന്നൊരു മൂവി ചെയ്തായിരുന്നു. അപ്പം അതിലത്തെ കോ ആക്ടേഴ്സ് ആണ് എന്നെ അതിൽ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗോപിക വാസ്മി എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ മോളാണ്. അപ്പം ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ ഷീ ടു വിഷ് ടു മീ. സോ ദാറ്റ് വാസ് ദാറ്റ് വിഷിംഗ് വീഡിയോ. ഭുവനേഷ് വി, നിങ്ങളുടെ ഡാൻസിനുള്ള സോങ് സെലക്ഷനിൽ കൂടുതൽ ആരാണ് ഇൻവോൾവ് ആകുന്നത്? എങ്ങനെയാണ് സെലക്ഷൻ? നിങ്ങൾ ഒരുപാട് സ്റ്റേജ് ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പങ്കെടുത്തതിൽ ഒരു ചീത്ത അനുഭവം, ഒരു നല്ല അനുഭവം? ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അതായത് കല്ലേറ് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതല്ല സാധനം, അത് സാധനം കിട്ടി. പക്ഷേ അല്ല, ഞങ്ങൾക്ക് അങ്ങനെ നല്ല അനുഭവങ്ങളാണ് സാധാരണ ഉണ്ടാവാറ്. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നല്ല സ്വീകരണമാണ് നമുക്ക് കിട്ടാറ്. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ചീത്ത അനുഭവം ഉണ്ടായിട്ടില്ല. ആരും ഇന്നേ വരെ കല്ലൊന്നും എറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, 100K സബ്സ്ക്രൈബേഴ്സ്, 1 million സബ്സ്ക്രൈബേഴ്സ്, കൂടുതൽ സന്തോഷം പകരുന്നത് ഏതായിരിക്കും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയതാണ് ഏറ്റവും വലിയ സംഭവം. കാരണം അത് പ്രതീക്ഷിച്ചിട്ടില്ല. അതിൻ്റെ ഒരു റീസൺ കൂടെ ഞാൻ പറയാം. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു 1K ആവാനുള്ള മെയിൻ കാരണം വാതിക്കൽ വളരെ പ്രാധാന്യമുള്ള ഡാൻസ് കളിച്ചിട്ടാണ്. അപ്പം അതിന് പിന്നിലൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 12 മണി, രാത്രി 12 മണി ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കും, പറ്റുന്ന വീഡിയോ ഇടണം. അപ്പം അതിൻ്റെ കാര്യങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഇവള് കിടന്നു, അനിയത്തിയും മമ്മിയും കിടന്നുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഇവള് റൂമിൽ നിന്ന് ഒരു 12 എഴുന്നേറ്റ് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ചേച്ചി ഇങ്ങോട്ട് ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ എന്തെങ്കിലും വെച്ച് പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ എന്ത് സ്വപ്നം കണ്ടു? ഞാൻ ഈ വാതിക്കലുള്ള ഡാൻസ് കളിക്കുന്ന സ്വപ്നം കണ്ടു. ഫുൾ സ്റ്റെപ്പ് ഞാൻ അതിൽ പഠിച്ചു. ആണോ? ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞ സ്ഥിതിക്ക് എന്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, വേഗം വന്നു. ഞാനും പഠിച്ചു. പിറ്റേ ദിവസം ഞങ്ങളത് കളിച്ചു, വീഡിയോ എടുത്ത് കളിച്ചു ഇട്ടു. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. സബ്സ്ക്രൈബേഴ്സ് കൂടി, ഷെയർ കൂടി, എല്ലാതും ഭയങ്കര ഹൈക്കിൽ പോയി. ഇപ്പോഴും കൂടിക്കൊണ്ട്. അപ്പം ഐ ഡോണ്ട് നോ ആക്ച്വലി വാട്ട് ഹാപ്പൻ. ആ ഒരു രാത്രി കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു പകലുകൊണ്ട് എന്തുണ്ടായെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം അതിലൂടെ 1K ആയത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ സംഭവം 1K ആയതാണ്. അപ്പം അതിന് ഏറ്റവും വലിയൊരു സംഭവമാണ്. അതായത് 1K സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അപ്പം അതിലിപ്പം 100K സബ്സ്ക്രൈബേഴ്സ്, 1 million സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉള്ള സംഭവമാണ്. കാരണം it's actually a very big thing for us. So yeah, so that's my reply. Meera Milan vlogs, what do you do during quarantine? Amata chechi, ക്വാറന്റൈൻ ടൈമിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, വീണ്ടും ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. പിന്നെ യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് കുറച്ചുകൂടെ ബിസി ആയത്. യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് എഡിറ്റിങ്ങും വീഡിയോസ് എടുക്കല്, പ്ലാനിങ്, തിങ്കിങ്, ഓൾ ദോസ് തിങ്സ്. അതുവരെ ഇതൊക്കെ തന്നെയാണ്, വേറെ ഒന്നും. Adam said, can you also make a video in Tamil songs also? Yeah, sure. We have made also. നമ്മൾ ഏതായിരുന്നു ചെയ്തത്?
ധാരാള പ്രഭു, വസീകര, പൂക്കൾ പൂക്കും, അതൊക്കെ തമിഴ് ലാംഗ്വേജ്. വി ലവ് തമിഴ് ലാംഗ്വേജ്, സോ അതിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. സോ യു ഹാവ് ടു വാച്ച് അവർ വീഡിയോസ്. Okay, Devika Sudesh, who is your videographer? It's amazing. Who shot Vaseekara video? മൈ വീഡിയോഗ്രാഫർ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആവാം, അനീതി ആവാം, മമ്മി ആവാം. പക്ഷെ അതിൽ മെയിൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്യുന്നത് നൈലിയാണ്. എൻ്റെ 1K സബ്സ്ക്രൈബേഴ്സിൽ ഞാൻ ആളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വസീകര ചെയ്തത് ആളാണ്, നൈലിയാണ് ചെയ്തത്. Ajanya Rajan, ഡാൻസിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ആരുടെ സെലക്ഷൻ ആണ്? യെസ്, ഡാൻസിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ എപ്പോഴും സെലക്ട് ചെയ്യാൻ മമ്മിയാണ്. കാരണം ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവാറില്ല. ഡാൻസ് കൊറിയോഗ്രാഫി പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കടമ. ബാക്കിയുള്ളത് മമ്മിയുടെ തലയിലേക്കാണ് വെച്ച് കൊടുക്കാറ്. ഓക്കെ, ഷിഫ ഷാജി, ഡാൻസ് ആണോ പാട്ടാണോ കൂടുതൽ ഇഷ്ടം? ക്യാമറമാൻ ആരാണ് ചേച്ചി ഡാൻസ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞായിരുന്നു. ഡാൻസ് ആണോ പാട്ടാണോ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ 2 കൈ പോലെയാണ് ഡാൻസും പാട്ടും. എനിക്ക് അത്ര ഇഷ്ടമാണ്. രണ്ടും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അപ്പോൾ അത് രണ്ടിലും ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഓക്കെ, ഹബീബ ഉമ്മു, വാട്ട്സ് യുവർ ഏജ്? ആർ യു മാരീഡ്? ആൻഡ് വാട്ട് അബൌട്ട് യുവർ എഡ്യൂക്കേഷൻ? ഓൾസോ പ്ലീസ് സേ അബൌട്ട് സ്നേഹ. You both are so amazing. Love from Malappuram. Thank you so much, Habiba, and so happy to hear from Malappuram also. You guys are supporting us. Thank you so much for that. And now you tell about yourself. I've been talking for so long. Okay. എൻ്റെ ഏജ് ഒക്ടോബർ 20 ആവും. മാരീഡ് അല്ല. അയ്യോ. ഓക്കെ, അബൌട്ട് എഡ്യൂക്കേഷൻ ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ BA ക്രിമിനോളജി ചെയ്യുന്നു. അത്രത്തിനെ കുറിച്ച് പറയുന്നു, പിന്നെ ഇതൊക്കെ തന്നെ. ഓക്കെ, നിഷ ശ്രീജേഷ്, യു ആർ ഇൻ മേക്കപ്പ് ഓർ വിത്തൗട്ട് മേക്കപ്പ്? ലിപ്സ്റ്റിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അപ്പം ഞങ്ങൾ എവിടെ പോകുമ്പോഴും ലിപ്സ്റ്റിക് കയ്യിൽ വെക്കും. പിന്നെ ഓക്കെ, ലിപ്സ്റ്റിക് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്. ഐ എം വെരി അഡിക്റ്റഡ് ടു ദാറ്റ്. അപ്പോൾ എനിക്കത് ചുമ്മാ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക് വെക്കാറുണ്ട്. ഐ നോ ഒരു കൈൻഡ് ഓഫ് സൈക്കോ തിങ്, പക്ഷേ ലിപ്സ്റ്റിക് ഇഷ്ടമാണ്. വേറെ കോസ്മെറ്റിക്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. കണ്ണെഴുതും, അല്ലാണ്ട് വേറെ ഫൗണ്ടേഷൻ അങ്ങനത്തെ കുറേ സാധനമൊന്നും ഇല്ല. ജെൻസി ഫ്രാൻസി, വാട്ട് ഇസ് എ കോമൺ ക്യാരക്ടർ ബിറ്റ്വീൻ യു ആൻഡ് യുവർ സിസ്റ്റർ? ടു ബി ഫ്രാങ്ക്, ദർ ഇസ് നത്തിങ് കോമൺ ബിറ്റ്വീൻ അസ്. കാരണം ഞങ്ങൾക്ക് ഡാൻസ് അങ്ങനെ ക്യാരക്ടേഴ്സ് ഒന്നും കോമൺ ഇല്ല. ഡാൻസ് അങ്ങനെ ഇങ്ങനത്തെ ഇഷ്ടങ്ങൾ ചേർത്തിട്ട് അല്ലെങ്കിൽ ഒപ്പീനിയൻ 1-2 സെയിം ആയി വരും. പക്ഷെ ഒരു രീതിയിലും മാച്ച് ആവാത്ത ക്യാരക്ടേഴ്സ് ആണ്. ഷീ ഈസ് എ കൈൻഡ് ഓഫ് റിസർവ്ഡ് പേഴ്സൺ. ഞാൻ നേരെ മറിച്ചാണ്. ഞാൻ ഭയങ്കര ഓപ്പൺ ആണ്. അത് ആദ്യമായിട്ട് ഒരാളെ കണ്ടാലും അങ്ങനെ തന്നെ ഭയങ്കര ഓപ്പൺ ആണ്. പിന്നെ ഷീ ആക്ട് ബോൾഡ്, ഐ ലുക്ക് ബോൾഡ്. ആ ഒരു വ്യത്യാസം. അങ്ങനെ കുറച്ച് ഭയങ്കര അധികം ഡിഫറൻസസ്. Neetu Vijaymohan, what was your first payment as a YouTuber? Just asked out of curiosity. Both are very talented. Keep going. താങ്ക് യു സോ മച്ച് നീതു. പേയ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു 5 പൈസ യൂട്യൂബിൽ നിന്ന് നിർത്താൻ പറ്റും. അല്ല, അതല്ല, ഞങ്ങൾക്ക് സമയമാവുന്നേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ അവർ കുറേ കാര്യങ്ങളുണ്ട്. തുടക്കം തൊട്ടേ പേയ്മെന്റിന്റെ കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് ത്രഷ് ഹോൾഡ് ഉണ്ട്. സോ അതൊക്കെ വെച്ചിട്ട് പതുക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ ഒരു പേയ്മെന്റും ആയിട്ടില്ല. കൗണ്ടിങ് നടക്കുന്നുണ്ട്. ഓക്കെ, കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമായിരിക്കും. കിട്ടുമ്പോൾ ഐ ഷോ ദാറ്റ് ഹാപ്പിനെസ് ത്രൂ മൈ ചാനൽ. ഓക്കെ, സോ യാ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. കാതറിൻ ജോസ്, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എനി ബ്യൂട്ടി ടിപ്സ് യു ഡു? ഹൈറ്റ്, ഡാൻസ് പഠിച്ചിട്ടുണ്ട്? ഹൈറ്റ് പറയുമ്പോൾ ഒരു 5'4" ഒക്കെ ഉണ്ടെന്ന് പറയാൻ നല്ല ആഗ്രഹം. പക്ഷെ ഞങ്ങൾ ഒരു 5'2" ഒതുങ്ങി. ഞങ്ങളല്ല, ഞാൻ അത് അറിയുന്നത് അല്ല. ബട്ട് ഷീ ഈസ് ഇൻ എ ഗ്രോയിങ് സ്റ്റേജ്. സോ ഞാനൊരു 5'2" ഇപ്പം സ്റ്റഡി നിൽക്കുക അങ്ങനെ. പിന്നെ ബ്യൂട്ടി ടിപ്സ് അങ്ങനെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. ഭയങ്കര മടിയാണ് ആ കാര്യങ്ങളൊക്കെ. ബ്യൂട്ടി ടിപ്സ് ഒന്നും അധികം ചെയ്യാറില്ല. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഐ വിൽ ബി ഷെയറിംഗ് വിത്ത് യു. ഓക്കെ. ഓക്കെ, ഡാൻസ് കളിക്കുമ്പോൾ ശ്രീലക്ഷ്മി എം, ഡാൻസ് കളിക്കുമ്പോൾ ആരാണ് മിസ്റ്റേക്സ് കൂടുതൽ ഉണ്ടാക്കുന്നത്? അനീതി ആണെങ്കിൽ ദേഷ്യം വരാറുണ്ടോ? പിന്നല്ല, ചില സമയത്ത് നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ ലോ ബാറ്ററി നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു പോഷൻ ബാഗ് എടുത്ത് കഴിക്കാൻ ഒരു ഫോട്ടോ ബാഗ് എടുത്ത് അപ്പൊ എങ്ങനെ പോയാലും സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ദേഷ്യം വന്നിട്ടുണ്ടല്ലോ, അതായത് ക്യാമറ ഒക്കെ വലിച്ചെറിയുന്നത്. അപ്പൊ അത് വരാറുണ്ട്. ലക്ഷ്മി MG, രണ്ടുപേരുടെയും ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെ? ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? നല്ലൊരു ജോലി കിട്ടണം, കുറേ പൈസ ഉണ്ടാവും, വേൾഡ് ടൂർ. അതെ, നടക്കാത്തൊരു സംഭവം. ഓക്കെ, ഫൈൻ. വേൾഡ് ടൂർ ആഗ്രഹമുള്ള സംഭവമാണ്. ഞാൻ വേൾഡ് ടൂർ ചെയ്തിട്ട് വ്ളോഗ് ഒരു ചാനലിലൂടെ പ്രതീക്ഷിക്കാം. എൻ്റെ ചാനലിൽ നെക്സ്റ്റ്. ബീന ടി, ചേച്ചിയുടെ ഫാം ഒക്കെ ഡാൻസിങ് ഫാമിലിയാണോ? വെരി ഫണി ക്വസ്റ്റ്യൻ. ഡാൻസിങ് ഫാമിലിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറയാം. പക്ഷെ എല്ലാവർക്കും ഡാൻസ് ഇഷ്ടമാണ് വീട്ടിൽ. പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടിയും പോകുന്നു.
ഒരു ഡാൻസ് കളിക്കാൻ? അഫ്സാന എസ്, ചേച്ചിയുടെ ഡാൻസ് എനിക്ക് ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച് അഫ്സാന ഫോർ ദ ലവ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം എടുത്തിട്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്തതും എൻ്റെ ഓരോ വീഡിയോസും കണ്ടും ലൈക്ക് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം അത് കാണുമ്പോൾ. അപ്പോൾ നൗ ഐ ഫീൽ ദിസ് ലൈക്ക് എ ഫാമിലി. കാരണം ഓരോ പ്രാവശ്യവും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇനിയും നിങ്ങൾ ഈ ചെയ്യുന്നത് പോലെ ക്രിറ്റിസിസം ആണെങ്കിലും സജഷൻ ആണെങ്കിലും ഷെയർ ചെയ്യുക. അപ്പം കൂടുതൽ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അതായത് ക്യാമറയുടെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. കാരണം ടെക്നിക്കൽ ഇഷ്യൂസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് നോക്കാന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ പറയുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ ചില നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലത് എഡിറ്റിംഗ് കഴിഞ്ഞ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാവും ചില മിസ്റ്റേക്സ്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റും. ചിലതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ബാക്കി പരമാവധി ഞങ്ങൾ നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനിയൊരു ഡാൻസ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. സോ ടിൽ ദാറ്റ് ഇറ്റ്സ് മീ Amrita Ishdas and my sister Sneha signing off from this channel, and ta-da!